ബ്രേക്കിംഗ്, വീണ്ടും ഒരു ബ്രേക്കിംഗ്. നമുക്ക് ദൃശ്യങ്ങളിലുള്ളത് ഇ പി ജയരാജനാണ്. ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടൊരു ബ്രേക്കിംഗ് വാർത്തയാണ് പ്രേക്ഷകരെ തേടി എത്താൻ പോകുന്നത്. ഇ പി ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയോ ഇല്ലയോ, അങ്ങനെ എന്തെങ്കിലും വാർത്തയാണോ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നമുക്കൊപ്പം നമ്മുടെ പ്രതിനിധി ശ്രീജിത്ത് അല്പസമയത്തിൽ നമ്മുടെ മുൻപിൽ ഉണ്ടാവും. ശ്രീജിത്താണ് ബ്രേക്കിംഗ് വാർത്തയുമായി പ്രേക്ഷകർക്കൊപ്പം ചേരാൻ പോകുന്നത്. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ശ്രീജിത്തിനെ ഫ്രെയിമിൽ കാണുന്നില്ലല്ലോ. നമുക്ക് കാണാൻ കഴിയുന്നത് LDF കൺവീനറെയാണ്. ഇത് പഴയ വിഷ്വൽസ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. LDF കൺവീനർ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടൊരു ബ്രേക്കിംഗ് വാർത്തയാണ് പ്രേക്ഷകരെ തേടി എത്താൻ പോകുന്നത്. ശ്രീജിത്ത് നമുക്കൊപ്പമുണ്ട്. ശ്രീജിത്ത് നമുക്കൊപ്പമുണ്ട്. ശ്രീജിത്ത്, എന്താണ് ബ്രേക്കിംഗ് വാർത്ത? ഇ പി ജയരാജൻ ഒഴിയുമെന്നുള്ളതാണോ? അരുൺ, ഇ പി ജയരാജനെതിരെ ഒരു സംഘടനാ നടപടിക്ക് കളമൊരുങ്ങുകയാണ്. എന്നാൽ അച്ചടക്ക നടപടിയുടെ സ്വഭാവത്തിലുള്ളൊരു നടപടിയായി അതിനെ കാണാൻ കഴിയില്ല. കാരണം അച്ചടക്ക നടപടി സ്വീകരിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഘടകമായ കേന്ദ്ര കമ്മിറ്റിയുടെ ചർച്ച വേണം. എന്നാൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജൻ ഒഴിവാകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്ഥാനമൊഴിയാൻ ഇ പി ജയരാജനോട് നിർദ്ദേശം നൽകി. അദ്ദേഹം അതിനു മുമ്പ് തന്നെ താൻ എല്ലാ സ്ഥാനങ്ങളും ഒഴിയുകയാണെന്ന സന്നദ്ധത പാർട്ടി സെക്രട്ടറി യോഗത്തിൽ ഇന്നലെ അറിയിച്ചു. ഇന്ന് നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ ഇ പി ജയരാജൻ പങ്കെടുത്തേക്കില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച വലിയ വിവാദമായിരുന്നു. വോട്ടെടുപ്പ് ദിവസം ഇ പി ജയരാജൻ അതിന് സ്ഥിരീകരണം നൽകി. ഇത് വലിയ തോതിൽ വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന വിലയിരുത്തൽ CPIM-നുണ്ട്, CPI-ക്കുണ്ട്, മുന്നണിയിലെ ഇതര ഘടകകക്ഷികൾക്കുണ്ട്. LDF കൺവീനർ എന്ന നിർണായക സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത്തരമൊരു കൂടിക്കാഴ്ച നടത്തിയത് മുന്നണിയുടെ നയത്തിനും രാഷ്ട്രീയ നിലപാടുകൾക്കും എതിരാണെന്ന് വിമർശനമുണ്ടായിരുന്നു. CPIM-നകത്തും സമാനമായ വിമർശനങ്ങൾ ഉള്ളെടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ചേരുന്ന സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നോടിയായുള്ള സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്തത്. അങ്ങനെ ഇ പി ജയരാജനെ മുന്നണി കൺവീനർ സ്ഥാനത്ത് മാറ്റണമെന്ന നിർദ്ദേശം വന്നു. അതിനെ തുടർന്ന് ജയരാജൻ സ്ഥാനമൊഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. ഇനി താൻ ഒന്നിനുമില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് അദ്ദേഹം പോയിരിക്കുന്നത്. ഇന്നത്തെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ അദ്ദേഹം കണ്ണൂരിലേക്ക് മടങ്ങുകയാണ്. ശ്രീജിത്ത്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് ബ്രേക്ക് ചെയ്യുന്നത്. ആ സൈറൺ കേട്ടപ്പോൾ ഇത്രയും വലിയ വാർത്തയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ശ്രീജിത്ത്, LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജൻ അന്നേ ഒഴിയും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ അന്ന് അഭ്യൂഹമായിട്ടുണ്ടായിരുന്നു. അച്ചടക്ക നടപടിയായിട്ട് അതിനെ കാണാൻ കഴിയില്ലെങ്കിലും പൊതുവേ ഉയർന്നിരിക്കുന്ന വികാരം തിരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജൻ നടത്തിയ പ്രസ്താവന ദോഷം ചെയ്തു എന്ന് തന്നെയാണ്. അത് പാർട്ടി പല സമയങ്ങളിലെ വിലയിരുത്തി എന്ന് തന്നെ നമ്മൾ അറിഞ്ഞു. പക്ഷേ അന്നൊന്നും നടപടിയിലേക്ക് പോകാതിരുന്നത് എന്തുകൊണ്ടാവും? ഈ ഘട്ടത്തിൽ മാത്രം നടപടിയില്ലാതെ അദ്ദേഹത്തോട് സ്വയം ഒഴിയാൻ ആവശ്യപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? അരുൺ, നടപടിയിലേക്ക് പോകാനുള്ള സാഹചര്യം നാളെ മുതൽ CPIM-ൻ്റെ 24ാം പാർട്ടി കോൺഗ്രസ് മുന്നോടിയായുള്ള സംസ്ഥാനത്തെ സമ്മേളന പരമ്പരകൾ ആരംഭിക്കുകയാണ്. ബ്രാഞ്ച് സമ്മേളനത്തോടെ നാളെ ഈ പാർട്ടി കോൺഗ്രസ് മുന്നോടിയായുള്ള സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിക്കും. സാധാരണ CPIM-ൻ്റെ സംഘടനാ രീതി അനുസരിച്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചാൽ പിന്നെ നടപടി തീരുമാനിക്കുക, നടപടി സ്വീകരിക്കുക പതിവില്ല. അത് അസാധാരണമായ സാഹചര്യത്തിൽ മാത്രമേ അത്തരം നടപടിയിലേക്കും മറ്റും പോവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന്, അതായത് പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ടു തലേന്ന് നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി ഈ നിർദ്ദേശമടക്കം വെച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞത്. അതാണ് ഈ നടപടിക്കുണ്ടായ ഒരു സാഹചര്യം. എന്നാൽ ഇ പി ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് ഇരുന്നും ഒപ്പം തന്നെ CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്വത്തിൽ ഇരുന്നു കൊണ്ടും ഈ BJP-യുടെ നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് അക്ഷന്തവ്യമായ തെറ്റാണ് എന്ന വിലയിരുത്തൽ CPIM-നുണ്ട്. അത് നേരത്തെ തെരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വന്നപ്പോൾ ഒക്കെ തന്നെ ഈ വിഷയം പരാമർശിക്കപ്പെട്ടതാണ്. എന്നാൽ അക്കാര്യത്തിൽ സംഘടനാപരമായ ഒരു തീരുമാനം കൂടി ഉണ്ടായാൽ മാത്രമേ നടപടിയിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ നടപടിയിലേക്ക് പോകാൻ കഴിയില്ല. അത് സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ പ്രത്യേകമായി ആ നടപടിയിലേക്ക് പോകാം എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഈ കാര്യത്തിൽ പൊതുവിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടത് അതുകൊണ്ടാണ് സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഈ വിഷയം പരിഗണിക്കാമെന്ന് നേരത്തെ തന്നെ CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ അദ്ദേഹവുമായി നടത്തിയ അഭിമുഖത്തിൽ ആ വിഷയം ഗൗരവമുള്ളതാണ്, സംഘടനാ വിഷയങ്ങൾ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇക്കാര്യം പരിശോധിക്കുമെന്ന് ഈ MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലും ഈ MV ഗോവിന്ദനോട് ഇതേ ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. ആ വിഷയം വിട്ടിട്ടില്ല, സംസ്ഥാന കമ്മിറ്റിയിൽ വരും എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇ പി ജയരാജൻ്റെ BJP നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, സംസ്ഥാനത്തെ 5 മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന പരാമർശം, ഈ രണ്ട് കാര്യങ്ങളും പാർട്ടിക്ക് വലിയ തോതിൽ അതൃപ്തിയുണ്ടായിരുന്നു. മുന്നണിയിലും തർക്കവിഷയമായിരുന്നു. നമുക്കനുവദിച്ച അഭിമുഖത്തിൽ CPI-യുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K പ്രകാശ് ബാബു ഇ പി ജയരാജൻ്റെ നടപടിയെ നിശ്ചിതമായി വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. ഈ ഒരു തരത്തിലും
അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടാണ്. മതനിരപേക്ഷത ഒരു നയമായി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്തിരുന്നുകൊണ്ട് എങ്ങനെയാണ് BJPയുടെ കേരള പ്രഭാരിയുമായി കൂടിക്കാഴ്ചകൾ നടത്താൻ കഴിയുക, എങ്ങനെയാണ് BJPയുടെ 5 സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന് പറയാൻ കഴിയുക എന്നതായിരുന്നു പ്രകാശ് ബാബു ഉയർത്തിയ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടിയായി ഒരു കാര്യം കൂടി ചോദിച്ചിരുന്നു, നടപടിയെടുക്കേണ്ടേ എന്ന്. അത് CPIM തീരുമാനിക്കട്ടെ എന്നായിരുന്നു അന്ന് എല്ലാവരും ചൂണ്ടിക്കാണിച്ചത്. ആ നടപടി ഇപ്പോൾ CPIM കൈക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സംസ്ഥാന കമ്മിറ്റിയിൽ ഈ തീരുമാനം റിപ്പോർട്ട് ചെയ്യുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ശ്രീജിത്ത്, അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ EP ജയരാജൻ സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കില്ല എന്നാണ് അറിയുന്നത്. നീരസമുണ്ടോ EP-ക്ക്? EP-ക്ക് നീരസം തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ വന്ന ശേഷം ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് പിന്നോട്ട് നടന്ന് പരിശോധിച്ചാൽ EP-യുടെ നീരസത്തിൻ്റെ പല അടയാളങ്ങളും പല സംഭവങ്ങളും ചൂണ്ടിക്കാണിക്കാൻ കഴിയും. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ മുതൽ EP ജയരാജന് നീരസങ്ങളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് അലോസരമുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം പാർട്ടിയുടെ കമ്മിറ്റികളിൽ നിന്ന് വരാതെ മാറി നിന്നു. പാർട്ടി കമ്മിറ്റികളിൽ വരാതെ മാറി നിന്നപ്പോൾ അദ്ദേഹം ഒരു ഘട്ടത്തിൽ അവധിയെടുത്തു. അന്നാണ് ഈ ഗവർണർക്കെതിരായ സമരത്തിൻ്റെ ഭാഗമായി രാജ്ഭവൻ വളയാൻ LDF തീരുമാനിച്ചത്. അങ്ങനെ LDF-ൻ്റെതായ പരിപാടിയിൽ പോലും പങ്കെടുക്കാതെ അദ്ദേഹം കണ്ണൂരിലേക്ക് മടങ്ങുന്ന സ്ഥിതി അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കാലം പിന്നീട് MV ഗോവിന്ദൻ നയിച്ച പാർട്ടിയുടെ സംസ്ഥാന ജാഥയിൽ അദ്ദേഹം ആദ്യത്തെ 11 ദിവസം വരെ പങ്കെടുത്തില്ല. തൃശ്ശൂരിലാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഈ ജാഥയിലോട് അണിചേർന്നത്. അന്നേ ദിവസം രാമനിലയത്തിൽ വെച്ച് BJP നേതാക്കളെ കാണാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ചർച്ച നടത്താൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം പിന്നീട് ശോഭാ സുരേന്ദ്രൻ പിൽക്കാലത്ത് ഉയർത്തുകയും ചെയ്തു. അപ്പോൾ ഈ BJP നേതാക്കളുമായിട്ടുള്ള ഈ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച തന്നെയാണ് അദ്ദേഹത്തിൻ്റെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനുള്ള, അല്ലെങ്കിൽ അത്തരമൊരു നടപടിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചതെന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് പ്രതികരണങ്ങൾ തേടേണ്ടതുണ്ട്. EP ജയരാജൻ LDF കൺവീനർ സ്ഥാനം ഒഴിയും എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീജിത്ത്, നമ്മൾ ഓർമ്മിക്കുന്നു, അന്ന് ഈ LDF കൺവീനർ സ്ഥാനത്ത് EP ജയരാജൻ തുടരണമോ എന്ന ചോദ്യം നമ്മൾ തുടർച്ചയായി CPയോട് ചോദിക്കുമ്പോൾ CP അന്നെടുത്ത നിലപാട് വളരെ ശക്തവുമായിരുന്നു. പക്ഷേ പിന്നീട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമെങ്കിലും നടപടി ഉണ്ടാവുമെന്ന് കരുതി. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലം വന്നു, പക്ഷേ അതിനുശേഷവും നടപടിയിലേക്ക് കടന്നിട്ടില്ല. എൻ്റെ ചോദ്യം ഇതാണ് ശ്രീജിത്തെ, എന്തുകൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞിട്ടും EP ജയരാജനെതിരെ ഉടനൊരു നടപടിക്ക് CPM മുതിരാതിരുന്നത്? എന്തുകൊണ്ട് ഇത്ര വൈകി? അരുൺ, ഈ ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കാനുള്ള കാലതാമസത്തിന് പല കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒന്ന്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി അവലോകനം ചെയ്തു. ആ അവലോകനത്തിൻ്റെ ഭാഗമായി കീഴ്ഘടകങ്ങൾ വരെ ആ അവലോകന റിപ്പോർട്ട് ചെയ്തു. പിന്നീട് ജില്ലാ നേതൃത്വങ്ങളിലടക്കം ചർച്ച ചെയ്ത് പൊതുവായി തെരഞ്ഞെടുപ്പിലുണ്ടായ രാഷ്ട്രീയവും സംഘടനാപരമായ പ്രശ്നങ്ങൾ വെവ്വേറെ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. അതിനൊപ്പം സർക്കാരിൻ്റെ മുൻഗണനാക്രമം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യേക അജണ്ടയായി വരേണ്ടി വന്നു. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തോൽവിക്ക് ശേഷമുള്ള മുഖമിനുക്കൽ നടപടികളായിട്ട്. അങ്ങനെ മുഖമിനുക്കൽ നടപടിയുടെ ഭാഗമായിട്ടുള്ള മുൻഗണനാ വിഷയങ്ങൾ തിരുത്തുന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായി വന്നതോടുകൂടിയാണ് സംഘടനാ വിഷയങ്ങൾ പിന്തള്ളപ്പെട്ടത്. എന്തായാലും പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി പ്രത്യേകം കമ്മിറ്റി വിളിക്കാനുള്ള ധാരണയുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും സർക്കാരിൻ്റെ മുൻഗണനാ ക്രമം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുമുള്ള നടപടികളുടെ ഭാഗമായി വൈകുകയായിരുന്നു. എന്തായാലും വൈകിയാലും ഈ കാര്യത്തിൽ ഒരു തീരുമാനം വേണം എന്ന കാര്യം CPM നേതൃത്വത്തിന് നിർബന്ധമുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് വലിയ ഒരു പിഴവാണ് വീഴ്ചയാണ് EP ജയരാജനിൽ ഉണ്ടായതെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കാരണം മതനിരപേക്ഷത അതിൻ്റെ രാഷ്ട്രീയ നയമായി ഉയർത്തിപ്പിടിക്കുന്നു, ന്യൂനപക്ഷ അനുകൂല സമീപനം ഉയർത്തിപ്പിടിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് സംഘപരിവാർ രാഷ്ട്രീയ മുന്നണിയായ BJPയുടെ നേതാവുമായി LDF കൺവീനർക്ക് ഒരു കൂടിക്കാഴ്ച നടത്താൻ കഴിയുക എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആ കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹത്തിന് എന്ത് കാരണങ്ങൾ നിരത്താനുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആക്കുളത്തെ ഫ്ലാറ്റിലെത്തിയാണ് പ്രകാശ് ജാവ്ദേക്കർ കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ അവിടേക്ക് വരാൻ കഴിയില്ല. മാത്രമല്ല, ആ കൂടിക്കാഴ്ചയിൽ ദല്ലാൽ നന്ദകുമാർ എന്ന് വിളിക്കുന്ന വിവാദ ഇടനിലക്കാരൻ്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ഇതെല്ലാം വലിയ ഗുരുതരമായ പ്രശ്നമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടു. നമുക്ക് ഈ CPM-ൻ്റെയും CPIയുടെയും ചർച്ചയങ്ങ് മാറ്റിവെച്ചാൽ NCPയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ അദ്ദേഹം ഈ EP ജയരാജൻ്റെ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെപ്പറ്റി പറയുന്ന ഭാഗം ഇങ്ങനെയാണ്. EP ജയരാജൻ BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയെപ്പറ്റി അദ്ദേഹം ഉന്നയിച്ച ന്യായീകരണങ്ങളൊന്നും ജനങ്ങൾക്ക് ദഹിക്കുന്നതായിരുന്നില്ല എന്നാണ് NCPയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പോലും പറയുന്നത്. അപ്പോൾ ഘടകകക്ഷികളെ പോലും വളരെ ശക്തമായ ഒരു നിലപാടിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചൊരു ഘടകമാണ്. മാത്രമല്ല, മുസ്ലിം ന്യൂനപക്ഷത്തിലേക്ക് അവരെ വിശ്വാസമാർജിക്കാൻ പാർട്ടി വലിയ തോതിൽ ശ്രമം നടക്കുമ്പോൾ, മുന്നണി വലിയ തോതിൽ ശ്രമം നടത്തുമ്പോൾ, ഇങ്ങനെ കൺവീനർ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ പോവുക? അപ്പോൾ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിൻ്റെ BJP വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ
പാർട്ടിയുടെ വിശ്വാസം തന്നെ ഇടിക്കുന്ന ഒരു നടപടിയായിപ്പോയി ഇ പി ജയരാജനിൽ ഉണ്ടായത് എന്നാണ് പൊതുവായി ഉണ്ടായ വിലയിരുത്തൽ. ആ വിലയിരുത്തലാണ് ഇപ്പോൾ നടപടിയിലേക്ക് വന്നത്. നടപടി അല്പം വൈകിയെന്ന് ശരിയാണ്. എന്നാൽ ഈ കാര്യത്തിൽ മറ്റ് രാഷ്ട്രീയമായ തിരക്കുകളും സംഘടനാപരമായ മറ്റ് അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളും CPIM-ന് മുന്നിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇത് വൈകിയതെന്നാണ് നേതാക്കന്മാരുടെ വിശദീകരണം. ഇപ്പോൾ ഇ പി സ്വയം സ്ഥാനമൊഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നു. ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് മടങ്ങാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇ പിയുടെ മടക്കം പുതിയൊരു തുടക്കമാകുമോ ഇ പി? ശ്രീജിത്ത്, ഇ പി ജയരാജൻ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ പാർട്ടിയുടെ ഔദ്യോഗിക ചേരിയുടെ ഏറ്റവും നിർണായക സ്ഥാനം കൈകാളിയിരുന്ന ആളാണ്. അദ്ദേഹം ഈ CPIM-ന് വേണ്ടി വളരെ കാലം വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. മാത്രമല്ല DYFIയുടെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയാണ്, രൂപീകരണ സമയത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയാണ് ഇ പി ജയരാജൻ. അങ്ങനെ നീണ്ട കാലത്തെ പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന രാഷ്ട്രീയ പാരമ്പര്യത്തിന് ഉടമയാണ്. എന്നാൽ ഇ പി ജയരാജൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നം, അദ്ദേഹം അടിക്കടി വിവാദങ്ങൾ ചെന്ന് ചാടുക പതിവാണ്. അങ്ങനെ ഈ ദേശാഭിമാനിയുടെ ജനറൽ മാനേജർ സ്ഥാനത്തിരിക്കുമ്പോൾ ബോണ്ട് വിവാദത്തിൽ ചെന്ന് ചാടി, പിന്നീട് ഈ പലതരത്തിലുള്ള പരാമർശങ്ങൾ കൊണ്ട് വിവാദങ്ങൾ ചാടി, കട്ടൻ ചായ പരിപ്പൂട തുടങ്ങിയ പരാമർശങ്ങൾ കൊണ്ട് വിവാദങ്ങൾ ചാടി, പിന്നീട് ഇങ്ങോട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ അദ്ദേഹത്തെ പിന്തുടർന്നു. മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് ബന്ധുനിയമന വിവാദത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരിയുടെ മകനെ നിർണായകമായ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ തസ്തികയിൽ നിയമിച്ചതായിരുന്നു ഈ ബന്ധുനിയമന വിവാദത്തിന് കാരണം. അങ്ങനെ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞാണ് മന്ത്രിസഭയിലേക്ക് തിരിച്ചു വന്നത്. എന്നാൽ ഇത്തവണ അദ്ദേഹത്തിന് സീറ്റ് ലഭിച്ചില്ല 2021. അതോടുകൂടി തന്നെ ഇ പി ജയരാജന് വലിയ തോതിലൊരു നീരസം ഉണ്ടായിരുന്നു. എന്നാൽ ആ നീരസം MV ഗോവിന്ദൻ സെക്രട്ടറി ആയതോടെ മൂർച്ഛിച്ചു. അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലേക്കോ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്കോ വരാൻ ആഗ്രഹിച്ചു എന്ന് വേണം കരുതാൻ. അദ്ദേഹത്തിന് അക്കാര്യത്തിൽ നിരാശയുണ്ടായിരുന്നു. കാരണം തൻ്റെ ത്യാഗപൂർണ്ണമായ പ്രവർത്തനം, അദ്ദേഹം ജീവിക്കുന്ന രക്തസാക്ഷി കൂടിയാണ്. കാരണം രാഷ്ട്രീയ എതിരാളികളുടെ അക്രമമേറ്റ് അദ്ദേഹത്തിന് അത്തരം ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളാണ്. അപ്പോൾ തൻ്റെ പ്രവർത്തനങ്ങൾ, തൻ്റെ ത്യാഗപൂർണ്ണമായ ജീവിതം പാർട്ടി കണ്ടില്ല എന്നൊരു വിഷമം അദ്ദേഹം അടുപ്പമുള്ളവരോട് പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനകം തന്നെ പലവട്ടം പാർട്ടി പ്രവർത്തനം നിർത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.